സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വെള്ളരിക്ക ചാറുകറിയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചാറുകറിയാണ് ഇത്. വെള്ളരിക്കായും മാങ്ങായും ചേർത്ത് വെക്കുന്ന ഈ ചാറുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഒരു ചെറിയ വെള്ളരിക്കായുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇത് തൊലിയെല്ലാം ചെത്തി ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. വെള്ളരിക്ക ഈ വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കഴുകിയെടുത്തിരിക്കുന്ന വെള്ളരിക്ക ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായ 5 പച്ചമുളക് നെടുകെ പിളർന്നതും, ഒരു മാങ്ങയുടെ പകുതി കഷ്ണങ്ങളാക്കിയതും, കുറച്ച് കറിവേപ്പിലയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, കറിക്ക് ആവശ്യമായ 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടുന്നതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കഷ്ണങ്ങളുടെ നിരപ്പിൽ ഏകദേശം നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു തവികൊണ്ട് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ചട്ടി ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടുന്നിടം വരെ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് കറിയിലേക്ക് ചേർക്കാനായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. 3/4 കപ്പ് തേങ്ങാപ്പീര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും, 3-4 കഷ്ണം ചെറിയ ഉള്ളിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചിരിക്കുന്നത്. അരപ്പിനൊരു കളർ കിട്ടുന്നതിനാണ് ഇപ്പം മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. കഷ്ണമെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഒരു തവികൊണ്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു തവികൊണ്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. വെള്ളം കുറവാണെന്ന് തോന്നിയാൽ ഈ സമയത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ചാറ് ഒത്തിരി നീണ്ടു പോകാതെയും ഒത്തിരി കുറുകി പോകാത്തതുമായ രീതിയിൽ വേണം വെള്ളരിക്ക കറി തയ്യാറാക്കിയെടുക്കാൻ. ഇത് കറക്റ്റ് അളവിന് വന്നിട്ടുണ്ട്. ഇനിയും കറിക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം കറി ഒന്ന് അരപ്പിൻ്റെ പച്ചച്ചുവ മാറി കിട്ടുന്നതിന് വേണ്ടി ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കണം. കറി ഒത്തിരി തിളച്ച് മറിയണ്ട, ഈ രീതിയിൽ തിളച്ച് വന്നാൽ മതി. ഒന്ന് തവികൊണ്ട് ഇളക്കി കൊടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. കറിയിലേക്ക് താളിച്ച് ചേർക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂണിൽ താഴെ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾ ഇതുപോലുള്ള കറിക്ക് ഉലുവ ചേർത്തിട്ടില്ലെങ്കിൽ ഇനിയും ഒന്ന് താളിക്കുമ്പോൾ ചേർത്ത് കൊടുക്കണം. ഇത് നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് നൽകുന്നത്. 2 വറ്റൽമുളക് മുറിച്ചതും 3-4 ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നിടം വരെ തവികൊണ്ട് ഇളക്കി കൊടുക്കാം. ഉള്ളിയും മുളകും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും ഒന്ന് മൂത്ത് വന്ന ശേഷം താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് താളിച്ചതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് തവിയൊണ്ടിന്ന് ഇളക്കി കൊടുക്കാം. ചോറിനെ ഒഴിച്ചു കൂട്ടാനായിട്ട് വെള്ളരിക്ക കറി ഉണ്ടെങ്കിൽ മറ്റൊരു കറിയുടെയും ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ വെള്ളരിക്കയും പച്ചമാങ്ങായും വെച്ചുള്ള ചാറുകറി. വെള്ളരിക്ക കറി നിങ്ങൾ ഈ രീതിയിലല്ല വെക്കുന്നതെങ്കിൽ ഇതുപോലൊന്ന് ചെയ്തു നോക്കണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.